Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് +2 സി എക്സാം എഗെയിൻ ഫെയിലായി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല സി എക്സാം എത്ര സബ്ജക്റ്റാണ് എഴുതാൻ പറ്റുക, ആർക്കൊക്കെയാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുക, പാസ് മാർക്ക് എങ്ങനെയാണ്, ഡബിൾ പാസ് അടിച്ചാൽ ഓൾറെഡി പാസ്സാവും, അങ്ങനെ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ +1 +2 ഓൺലൈൻ ട്യൂഷൻസും വിത്ത് സി എക്സാം ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, 7012787895. സോ നമുക്ക് സി എക്സാം വീണ്ടും ഫെയിലായാൽ ഇനി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ജനറൽ തിങ്സ് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ നിന്നാണ് കൂടുതൽ സ്റ്റുഡൻസിന് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. സോ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് അല്ലേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കിട്ടിയ മാർക്ക് പോരാ, കുറച്ചും കൂടി മാർക്ക് ഇൻക്രീസ് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് എഴുതുന്ന എക്സാമാണ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം. ഇംപ്രൂവ്മെൻറ്റ് എക്സാം ആകെ ഒരു സബ്ജക്റ്റിൽ മാത്രമേ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഈ +1 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 3 സബ്ജക്റ്റ് വരെ ചാൻസസ് ഉണ്ട്. പക്ഷേ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. അതും നിങ്ങൾ റെഗുലർ സ്റ്റുഡൻസ് ആയിരിക്കണം കേട്ടോ. അതാണ് കണ്ടീഷൻ. അതായത് +1 പാസ്സായി ദെൻ +2വും പാസ്സായി എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സേ എക്സാമും ഇംപ്രൂവ്മെൻറ്റ് എക്സാമും അറ്റ് എ ടൈം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സേ എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മസ്റ്റ് ആയിട്ടും ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല. ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവർക്ക് സേ എക്സാമും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ റെഗുലർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിനാണോ ഡിഗ്രിക്ക് അഡ്മിഷൻ നോക്കുന്നത് ആ ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ല നമ്മൾ സേ എക്സാം തോറ്റ കുട്ടികളാണ്, അല്ലെങ്കിൽ നമ്മൾ മേ ബി എന്തെങ്കിലും കാരണത്താൽ ഫെയിലായി എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സേ എക്സാം എഴുതുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു കോമൺ ഡൗട്ടാല്ലേ, സേ എക്സാമിന് പകരം എനിക്ക് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. അതും പറ്റും, പക്ഷേ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ഒരു സബിന് തിരഞ്ഞെടുത്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റ് സേ എഴുതാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്നുള്ളത് 80 മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ റിട്ടേണിൽ നിങ്ങൾ 24 മാർക്ക് കമ്പൾസറി മേടിച്ചിരിക്കണം. 60 മാർക്കിൻ്റെ പേപ്പർ ആണെങ്കിൽ 18 മാർക്ക് മേടിച്ചിരിക്കണം. അല്ലാതെ സി മാർക്കും ഇതുമായിട്ട് യാതൊരു വിധത്തിലും ബന്ധമില്ല. എഴുതി തന്നെ 24 മാർക്കും അതുപോലെ തന്നെ 18 മാർക്കും മേടിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾ ആ ഒരു വിഷയത്തിൽ പാസ്സാവുന്നുണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫെയിലായ സ്റ്റുഡൻസിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് കേട്ടോ. അതായത് നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി എന്നാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലായിരിക്കും. എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി എന്നാണെങ്കിൽ നിങ്ങൾ പാസ്സായിരിക്കും കേട്ടോ. ഇത് കാണുന്നത് ഒരു ബട്ടണിലാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ ഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്, നിങ്ങൾ പാസ്സായിട്ടുണ്ടാവും. റെഡ് കളറിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ +2ൻ്റെ മാർക്ക് ഗ്രാൻഡ് ടോട്ടലായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെങ്ങനെയാണ്, +1 ഇപ്പോൾ എക്കണോമിക്സ് 80 മാർക്കാണ്, എഗെയിൻ +2ലും എക്കണോമിക്സ് 80 മാർക്കാണ്. അപ്പോൾ 80 + 80 എന്ന് പറയുന്നത് ടോട്ടൽ 160 ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് വരുന്ന സമയത്ത് 160ൽ ഇത്ര മാർക്ക് എന്നായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ 160ൽ 48 മാർക്കാണ് പാസ്സായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേസ് മാർക്കുള്ള സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രേസും കൂടി ചേർത്തിട്ട് 48 കിട്ടിയാലും നിങ്ങൾ പാസ്സാവുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് 60 മാർക്കിൻ്റെ പേപ്പറാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ചെയ്യുമ്പോൾ 120 വരിക. അതിൽ 36 മാർക്കാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. എഗെയിൻ ഇവിടെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 36 വരുന്നുണ്ടോ എന്ന് നോക്കാം. വീണ്ടും ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമുക്ക് സി മാർക്കും ഇവിടെ ഈ ഒരു പാസ്സാവുന്ന സെക്ഷനും തമ്മിൽ യാതൊരുവിധ കണക്ഷനും അവൈലബിൾ അല്ല. ഓക്കെ, ഇനി ഒരു സബ്ജക്റ്റ് ഫെയിലായ സ്റ്റുഡൻ്റ് ആണ്, അതായത് നമുക്കിപ്പോൾ റിസൾട്ട് വന്നു, ആ സമയത്ത് നമ്മളിപ്പോൾ അക്കൗണ്ടൻസി മാത്രം ഫെയിലാണ് എങ്കിൽ പോലും നമ്മുടെ റിസൾട്ട് പേജിനകത്ത് കാണിക്കുന്നത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി എന്നായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പൊതുവേ കൺഫ്യൂഷൻ ആവും, എല്ലാത്തിലും പാസ്സാണല്ലോ പിന്നെ എന്താ ഇങ്ങനെ നോട്ട് എലിജിബിൾ കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ട. ബിക്കോസ് നിങ്ങൾ ഏതെങ്കിലും ഒരു സബിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സെക്കൻഡറി എന്നൊരു ബട്ടൺ അല്ലെങ്കിൽ ആ ഒരു ഇതായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ നിങ്ങൾക്ക്
നിങ്ങൾക്ക് വരുന്നൊരു കോമൺ ഡൗട്ടാണ് +2 ഫെയിലായി എന്ന് വെച്ചാൽ എത്ര സബ്ജക്റ്റ് സേ എഴുതാൻ പറ്റും എന്നുള്ളത് കേട്ടോ. നമുക്കറിയാം ടോട്ടൽ 6 സബ്ജക്റ്റാണ് വരുന്നത്. ഇതിൽ നിങ്ങളിപ്പോൾ 6 ഫെയിൽ ആവുകയാണെങ്കിൽ 6 എഴുതിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റോ കാര്യങ്ങളോ ഇല്ല. നിങ്ങൾ എത്ര സബ്ജക്റ്റിലാണോ ഫെയിലായത് അത്രയും സബ്ജക്റ്റ് സേ എഴുതാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സേ എക്സാമിൻ്റെ ഫീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 175 രൂപയും +40 രൂപയും കൂടെ ആവുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പ്രാക്ടിക്കൽ ഇല്ലാന്നുണ്ടെങ്കിൽ 150 + 40 രൂപയായിരിക്കും നമ്മുടെ ഫീസായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 215 രൂപയും പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 190 രൂപയാണ് വരുന്നത് കേട്ടോ. അതും ഒരു പേപ്പറിനാണ് ഈ ഒരു റേറ്റ്. നിങ്ങളിപ്പോൾ 3 ആണെന്നുണ്ടെങ്കിൽ 215 × 3, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ബാണെന്നുണ്ടെങ്കിൽ 190 × 2 3 നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് പൈസ ഇൻക്രീസ് ആവുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു ഡൗട്ടാണ് ഇംപ്രൂവ്മെൻറ്റ് ഫീസ് എത്രയാണെന്നുള്ളത്. ഇംപ്രൂവ്മെൻറ്റ് ഫീസ് 500 രൂപയാണ്, പ്ലസ് ഒരു 40 റുപ്പീസ് കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ടോട്ടൽ 540 റുപ്പീസാണ് ഇംപ്രൂവ്മെൻറ്റിനായിട്ട് നമുക്ക് ആവശ്യം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതേ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ഒരു സബ്ബ് പോരാ, ഒരു 2-3 സബ്ജക്റ്റ് കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ DHSCൻ്റെ സ്പെഷ്യൽ ഓർഡർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുകയുള്ളൂ. എഗെയിൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അറ്റ് എ സെയിം ടൈം ഇംപ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ സേ എക്സാമും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല. ഏതെങ്കിലും ഒന്നിലും മാത്രമേ ഒരു സ്റ്റുഡൻറ്റിന് എഴുതാനോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഒക്കെ നമ്മൾ എഴുതാൻ ഡിസൈഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററെയാണ് കേട്ടോ. ആ ഹെഡ് മാസ്റ്ററെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവരൊരു ഫോം തരും. ആ ഒരു ഫോമിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും. സോ അതൊക്കെ കറക്റ്റായി കൊടുത്ത് അതേ ദിവസം തന്നെ നിങ്ങൾക്ക് സേ ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസും ഇംപ്രൂവ്മെൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസും നിങ്ങൾ സ്കൂളിൽ ഏൽപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഈ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമ്പർ ഓഫ് ചാൻസസ്, അതായത് നമ്പർ ഓഫ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 1 or 2 നിങ്ങൾ എത്ര പ്രാവശ്യമാണോ അത് എഴുതാനായിട്ട് ശ്രമിക്കുന്നത് ആ ഒരു ഇതും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നന്നായി പഠിച്ച് എഴുതാൻ കൂടെ ശ്രമിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണത്താൽ സേ എക്സാം ജൂണിൽ നടന്നു അതിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചാൻസ് നമുക്ക് നവംബർ മാസത്തിലാണ് കേട്ടോ. നവംബർ മാസത്തിൽ ഇനി ഇതുപോലൊരു എക്സാം കണ്ടക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ല പറ്റില്ല എന്നല്ല, നിങ്ങൾക്ക് എഴുതി നിങ്ങൾ വീണ്ടും ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ശ്രമിക്കാൻ പറ്റുന്നത് നവംബർ മാസത്തിൽ ആയിരിക്കും. അതുപോലെ തന്നെ +2 നമ്മൾ ഫെയിലായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഗെയിൻ നവംബറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. എഗെയിൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.